ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഭരണഘടനയുടെ ക്ലാസിഫിക്കേഷനാണ്. ഭരണഘടനയുടെ വിവിധ തരം ഭരണഘടനകൾ, അതിൻ്റെ വർഗീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പ്രധാനമായിട്ടും ഭരണഘടന വർഗീകരിച്ചിരിക്കുന്നത് ലിഖിതവും അലിഖിതവുമായ ഭരണഘടന, റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ, കർക്കശവും വഴക്കമുള്ളതുമായ ഭരണഘടന. ഇങ്ങനെയാണ് ഭരണഘടന വർഗീകരിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ലിഖിതവും അലിഖിതവുമായ ഭരണഘടനയെക്കുറിച്ചാണ്. എന്താണ് ലിഖിതമായ ഭരണഘടന എന്ന് പറയുന്നത്? ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ, ഒരു ലിഖിത ഭരണഘടന എന്നത് ഒരു ഔപചാരിക രേഖാമൂലമുള്ള ഡോക്യുമെന്റിൽ മിക്ക നിയമങ്ങളും മിക്ക വ്യവസ്ഥകളും ഉൾക്കൊള്ളുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഇതൊരു ബോധപൂർവമായ ശ്രമത്തിന്റെ സൃഷ്ടിയായിട്ട് ഉണ്ടായി വന്നതാണ്. മനുഷ്യന്റെ ആലോചനാപരമായ പരിശ്രമത്തിന്റെ ഫലമായി നടപ്പിലാക്കിയതാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരു അസംബ്ലിയിലോ കൺവെൻഷനിലോ ഒക്കെ രൂപപ്പെടുത്തിയ ആലോചനാപരമായ സൃഷ്ടിയായിരിക്കും ഇത്തരം ഭരണഘടനകൾ എന്ന് പറയുന്നത്. കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി സ്വയം നിർമ്മിച്ച ഒരു പ്രമാണത്തിന്റെ രൂപത്തിലായിരിക്കും ഈ ഭരണഘടന ഉണ്ടായിരിക്കുക. വളരെ ലളിതമാണ്. ഈ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് പുതുതായി ഒന്ന് വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തോടെ വളരെ ബോധപൂർവമായിട്ട് പുതിയ ഒരു ഭരണഘടനയെ നിർമ്മിച്ചെടുത്തുകൊണ്ട് ഒരു ഡോക്യുമെന്റിലാക്കി രേഖപ്പെടുത്തിയതിനെയാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഒരു ഗവൺമെന്റിനെ സംഘടിപ്പിക്കാനും മുന്നോട്ട് നടത്താനും വേണ്ടിയുള്ള അടിസ്ഥാന തത്വങ്ങളുടെ നിയമങ്ങളുടെയും ഒരു ബോഡി അത് സ്ഥാപിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ലിഖിത ഭരണഘടനകൾ ഉണ്ടാകുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഫിലാഡൽഫിയയിൽ നടന്ന പ്രത്യേക കൺവെൻഷനിലാണല്ലോ USA അമേരിക്കയുടെ ഭരണഘടന 1887 നിർമ്മിച്ചത്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെ ലളിതമായി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ മനുഷ്യരുടെ ആലോചനാപരമായ പരിശ്രമത്തിന്റെ ഫലമായി ഉണ്ടാക്കുന്നതാണ് ഒരു ലിഖിത ഭരണഘടന. അതിന്റെ വ്യവസ്ഥകൾ വിശദമായി ഒരു ഡോക്യുമെന്റിലായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അങ്ങനെ വളരെ വിപ്ലവകരമായി ഒന്ന് പുതുതായി ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ്, പുതുതായി ഒന്ന് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതുവരെ ഉള്ള നിയമങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ സംവിധാനത്തെ ഉണ്ടാക്കിയെടുത്ത് അതൊരു ഡോക്യുമെന്റിലായിട്ട് രേഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ മിക്ക നിയമങ്ങളും ഉപയോഗങ്ങളുടെയോ ആചാരങ്ങളുടെയോ അല്ലെങ്കിൽ ആചാരങ്ങളുടെയോ അനുഷ്ഠാനങ്ങളുടെയോ രൂപത്തിൽ നിലനിൽക്കുന്ന ഒന്നിനെയാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഒരു അലിഖിത ഭരണഘടനയുടെ നിയമങ്ങളിൽ മിക്കവയും ഒരിക്കലും എഴുത്തിലേക്ക് ചുരുക്കപ്പെട്ടിട്ടില്ല, ഒരു ഡോക്യുമെന്റിലേക്ക് ഒരിക്കലും ചുരുക്കിയതല്ല അലിഖിത ഭരണഘടന. ഔപചാരികമായ ഒരു പ്രമാണത്തിൽ ഉൾക്കൊള്ളിച്ചതല്ല, അതായത് ഒരു ഡോക്യുമെന്റ് ആക്കിയതല്ല. അത് പ്രധാനമായിട്ടും ആചാരങ്ങളാലും കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും അല്ലെങ്കിൽ ജുഡീഷ്യൽ നീതിന്യായ തീരുമാനങ്ങളാലും ഒക്കെ ഒരു സമൂഹത്തിൽ ഇവോൾവ് ചെയ്തു വന്ന, കാലങ്ങളായി നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആചാരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള നിയമ സംവിധാനത്തെക്കുറിച്ചാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. അത്തരമൊരു ഭരണഘടന മനുഷ്യന്റെ ബോധപൂർവമായ ശ്രമത്തിന്റെ ഫലമായിട്ടുണ്ടാവുന്നതല്ല. അത് പ്രാകൃത ഭൂതകാലത്തുണ്ടായി വന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ സഞ്ചിത രൂപമായിട്ട് അതിന്റെ സ്വാധീനത്തിന്റെയൊക്കെ ഫലമായിട്ട് ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും തത്വങ്ങളുടെയും ജുഡീഷ്യൽ തീരുമാനങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഒരു സമൂഹത്തിൽ കുറെ നിയമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന് ആചരിച്ചു പോരുന്നതിനെയാണ്, അംഗീകരിച്ചു പോരുന്നതിനെയാണ് അത്തരം നിയമങ്ങളുടെ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഇവിടെ എല്ലാ നിയമങ്ങളും ഒരൊറ്റ ഡോക്യുമെന്റിലായിട്ട് ഒരിക്കലും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. നിയമങ്ങൾ പലതായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഒരു പുതുതായി നിർമ്മിച്ച നിയമങ്ങളല്ല,
അത് കാലങ്ങളായി സമൂഹത്തിൽ ആചരിച്ചു വരുന്ന അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും കോടതി വിധികളുടെയും ഒക്കെ ഭാഗമായിട്ട് പിന്തുടരുന്ന നിയമങ്ങളെയാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. സാവധാനം പ്രവർത്തിക്കുന്ന പരിണാമപരമായ മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് അലിഖിത ഭരണഘടന നിലനിൽക്കുന്നത്. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെ രൂപപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നത് ഈ പരിണാമത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പം ബ്രിട്ടീഷ് ഭരണഘടന അതിന്റെ ഏറ്റവും വലിയ അലിഖിത ഭരണഘടനയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നു. ബ്രിട്ടീഷുകാർ അവരുടെ ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലങ്ങളായി അവരുടെ നാട്ടിൽ നടന്ന ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കോടതി വിധികളുടെയും അതേപോലെ വലിയ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഓരോ സമയത്ത് ഉണ്ടാക്കിയ നിയമങ്ങളെ അതത് നിയമങ്ങളെ അവർ കാലങ്ങളായി ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് അവിടെയുള്ളത്. അവിടെയുള്ള ഭരണഘടന ഒരൊറ്റ ഡോക്യുമെന്റിലായിട്ടല്ല, ഇങ്ങനെ പല വിധത്തിലായ തീരുമാനങ്ങളുടെയൊക്കെ ഒരു ഫലമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് അവിടെയുള്ളത്. അതാണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ലിഖിതവും അലിഖിതവും പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ പറയുന്നത് കർക്കശവും വഴക്കമുള്ളതുമായ ഭരണഘടന, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ ഭരണഘടന എങ്ങനെയാണ്, അതിന്റെ മാറ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഭേദഗതി പ്രക്രിയയിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനകളെ കർക്കശമാണെന്നും വഴക്കമുള്ളതാണെന്നൊക്കെ തരംതിരിക്കുന്നത്. വഴക്കമുള്ള ഭരണഘടന എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഭേദഗതി പ്രക്രിയ വളരെ ലളിതവും സൗകര്യപ്രദവുമാണെങ്കിൽ ഭരണഘടനയെ ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറയുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണഘടന തന്നെയാണ്. പാർലമെന്റ് ഉണ്ടാക്കുന്ന ഏതൊരു പുതിയ നിയമവും ഭരണഘടനയിൽ ഭേദഗതി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അതിനാൽ വഴക്കമുള്ള ഭരണഘടനയിലുള്ള ഒരു രാജ്യത്ത് ഒരു സാധാരണ നിയമ നിർമ്മാണം മതി, ഒരു സാധാരണ ഭരണഘടനാ ഭേദഗതി മതി അവിടെയുള്ള ഭരണഘടനയിൽ വ്യത്യാസം ഉണ്ടാക്കാൻ, ഭേദഗതി ചെയ്യാൻ എന്നർത്ഥം. അപ്പോൾ വളരെ ലളിതമായ, അവിടെയുള്ള പാർലമെന്റിൽ വളരെ ലളിതമായ ഒരു പ്രക്രിയയിലൂടെ തന്നെ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഭരണഘടനകളെ കുറിച്ചാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടിലെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് പ്രത്യേക നടപടിക്രമങ്ങളൊന്നുമില്ല. പാർലമെന്റിന്റെ ഇരുസഭയിലും കേവല ഭൂരിപക്ഷമുള്ള ഒരു ബില്ല് പാസ്സായാൽ തന്നെ അവിടെയുള്ള ഭരണഘടനയിൽ ഭേദഗതി ചെയ്യാം. അപ്പോൾ ബ്രിട്ടന്റെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഉദാഹരണമാണ്. അവിടെയുള്ള ഭരണഘടനയിലെ ഏത് നിയമങ്ങളെയും ഭേദഗതി ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് കഴിയും എന്നർത്ഥം. മറ്റൊന്ന് കർക്കശമായ ഭരണഘടന, റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭേദഗതി പ്രക്രിയ വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ കർക്കശമായ ഭരണഘടന എന്ന് പറയും. ഭരണഘടനയുടെ ഏതെങ്കിലും നിയമത്തെ മാറ്റാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തിരുത്തൽ വരുത്താനോ ഒരു പ്രത്യേക നടപടിക്രമം പിന്തുടരണം. ഭരണഘടനാ ഭേദഗതി ബില്ല് പ്രത്യേക ഭൂരിപക്ഷത്തിൽ പാർലമെന്റിൽ പാസ്സാവുകയും അതോടൊപ്പം എല്ലാ സംസ്ഥാനങ്ങളുടെയും പകുതി സംസ്ഥാനങ്ങളുടെയും നിയമസഭയുടെ അംഗീകാരവും വേണം. അങ്ങനെയൊക്കെ വലിയ പ്രക്രിയയിലൂടെ മാത്രമേ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റാൻ സാധിക്കുകയുള്ളൂ. ചില ഭരണഘടനയിൽ അത്തരം രാജ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കർക്കശമായ ഭരണഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ, ഫ്രാൻസിൽ, സ്വിറ്റ്സർലാൻഡിലൊക്കെ അത്തരം ഭരണഘടനകളാണ്. കാരണം എന്തെങ്കിലും ഭരണഘടനയിൽ നിന്ന് ചെറിയ ഭേദഗതി വരുത്തണമെങ്കിൽ തന്നെ വലിയ പാടാണ്. കാരണം അവിടെയുള്ള അമേരിക്കയിലാണെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് പാസ്സാക്കണം. കോൺഗ്രസിലെ ഇരുസഭയിലും വളരെ വലിയ സ്പെഷ്യൽ ഭൂരിപക്ഷം ലഭിക്കണം. അപ്പോൾ ഒരു ചെറിയ ഭേദഗതി വരുത്താൻ പോലും ഭരണഘടനയിൽ വലിയ പാടുള്ള ഭരണഘടനകളുള്ള രാജ്യങ്ങളെക്കുറിച്ചാണ്, അത്തരം ഭരണഘടനകളെക്കുറിച്ചാണ് നമ്മൾ കർക്കശമായ ഭരണഘടന എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിഖിത ഭരണഘടനകളുടെ ഗുണങ്ങളും ദോഷങ്ങളും, അതേപോലെ അലിഖിത ഭരണഘടനയുടെ ഗുണങ്ങളും ദോഷങ്ങളും, അതേപോലെ റിജിഡ് ഭരണഘടനയുടെ ഗുണങ്ങളും ദോഷങ്ങളും, ഫ്ലെക്സിബിൾ ഭരണഘടനയുടെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. ലിഖിത ഭരണഘടനയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നിയമവ്യവസ്ഥകൾ വിശദമായി എഴുതിയിരിക്കുന്നതിനാൽ അത് വ്യക്തതയും നിശ്ചയദാർഢ്യവും നിറഞ്ഞതായിരിക്കും, വളരെ ക്ലാരിറ്റി ഉള്ളതായിരിക്കും എന്നതാണ് ലിഖിത ഭരണഘടനയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഭരണഘടനാ വ്യവസ്ഥയുടെ സ്വഭാവം പൗരന്മാർക്ക് അറിയാവുന്നതിനാൽ ലിഖിത ഭരണഘടനയിൽ അവർക്കൊരു സംതൃപ്തി അനുഭവപ്പെടും.
എല്ലാ നിയമങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക്, പൗരന്മാർക്ക് അറിയാൻ കഴിയുന്നതിനാൽ അവിടെ എന്തായിരിക്കും, ജനങ്ങൾക്ക് വളരെ സംതൃപ്തി അനുഭവപ്പെടുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. മറ്റൊന്ന്, എല്ലാ പ്രധാന നിയമങ്ങളും അതിലെ പോയിന്റുകളൊക്കെ രേഖാമൂലം എഴുതിയിരിക്കുന്നതിനാൽ ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും വളരെ സുരക്ഷിതരായിരിക്കും. വളരെ സുരക്ഷിതമായി ഭരണഘടനയിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഒക്കെ ഭരണഘടന തന്നെ സംരക്ഷിക്കപ്പെടും. ഇത്തരം കാര്യങ്ങളാണ് ലിഖിത ഭരണഘടനയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലിഖിത ഭരണഘടനയ്ക്ക് ചില ദോഷങ്ങളുണ്ട്. അതേതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, അത് കാഠിന്യത്തിന്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രധാന നിയമങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതിനാൽ നിയമങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ യാഥാസ്ഥിതിക മനോഭാവത്തിന്റെ വികാസത്തിലേക്ക് അത് ഗവൺമെന്റിനെയും ഭരണകൂടത്തെയും ഒക്കെ ഈ രാജ്യത്തേക്ക് നയിക്കും. മറ്റൊന്ന്, കാലത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഇത് എളുപ്പത്തിൽ മാറ്റാൻ വലിയ പ്രയാസം ഉണ്ടാവും. അതിനാൽ ജനകീയ പ്രക്ഷോഭം ഉണ്ടാവാനുള്ള സാധ്യത എവിടെ കൂടുതലാണ്? ലിഖിത ഭരണഘടനയുള്ള സ്ഥലത്ത് കൂടുതലാണ്. കാരണം എന്തെങ്കിലും ഒരു മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന് വലിയ ഈ നൂലാമാലകൾ മുന്നിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റാൻ സാധിക്കാതെ വരുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം പൊതുവെ ലിഖിത ഭരണഘടനയുള്ള സ്ഥലങ്ങളിൽ കാണാറുണ്ട്. മറ്റൊന്ന്, ഒരു ലിഖിത ഭരണഘടന എന്ന് പറയുന്നത്, ലിഖിത ഭരണഘടനയിലായാലുള്ള മറ്റൊരു ദോഷം എന്ന് പറയുന്നത് ഈ അഭിഭാഷകരുടെ, നിയമജ്ഞരുടെയൊക്കെ കയ്യിലുള്ള ഒരു കളിപ്പാവയായിട്ട് ഈ ഭരണഘടന മാറും. ജുഡീഷ്യറി അസ്വസ്ഥമാക്കുന്ന വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ അഭിഭാഷകർക്കിടയിൽ, ഇതിൽ കുറേ നൂലാമാലകൾ, കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് കൂടുതൽ സങ്കീർണമാക്കാൻ ലിഖിത ഭരണഘടനയിൽ സാധിക്കും. അത് ഈ അഭിഭാഷകരുടെ കയ്യിലെ ഒരു പാവയായിട്ട് മാറുമെന്നൊക്കെയുള്ള വിമർശനങ്ങളും ഉണ്ട്. ഇനി അലിഖിത ഭരണഘടനയുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. അലിഖിത ഭരണഘടനയുടെ ഗുണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ, അലിഖിത ഭരണഘടനയിൽ ഇലാസ്തികതയുടെയും പൊരുത്തപ്പെടലിന്റെയും ഗുണമുണ്ട്. എന്ന് പറഞ്ഞാൽ മിക്ക നിയമങ്ങളും അലിഖിത രൂപത്തിലായതിനാൽ പുതിയ ഭരണഘടനയ്ക്ക് കാലാനുസൃതമായി ആളുകൾക്ക് അവയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. വളരെ ലളിതമായിട്ടായിരിക്കും ഈ അലിഖിത ഭരണഘടനയിലെ നിയമങ്ങൾ എന്ന അർത്ഥം. മറ്റൊന്ന്, ഇത് വളരെ ചലനാത്മകമായിരിക്കും. അത് ജനകീയ പ്രക്ഷോഭങ്ങളുടെ സാധ്യത തള്ളിക്കളയുന്നു. കാരണം അങ്ങനെ ജനകീയ പ്രക്ഷോഭം വരേണ്ട ആവശ്യമില്ല. വളരെ വേഗത്തിൽ തന്നെ അത് മാറ്റാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ ചലനാത്മകമായിരിക്കും. കാരണം വലിയ ഒരു കടുംപിടുത്തം അതിൽ ഉണ്ടാവില്ല, ആ നിയമങ്ങളിൽ ഉണ്ടാവില്ല എന്നതുകൊണ്ട്. മറ്റൊന്ന്, അലിഖിത ഭരണഘടനയ്ക്ക് ഏത് കാലത്തും പിടിച്ചു നിൽക്കാൻ സാധിക്കും. കാരണം അത് അയവുള്ള സ്വഭാവം നിലനിർത്തുന്നു എന്നതുകൊണ്ടാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് അലിഖിത ഭരണഘടനയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അലിഖിത ഭരണഘടനയുടെ ദോഷങ്ങൾ എന്ന് പറയുന്നത്, കോട്ടങ്ങൾ എന്ന് പറയുന്നത്, ഇത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിക്കും. സ്റ്റെബിലിറ്റിയെ, രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ തന്നെ അത് പലപ്പോഴായിട്ട് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം നിയമങ്ങൾ ലിഖിതമല്ലാതിരിക്കുന്നതിന്റെ പ്രയാസങ്ങൾ, ഒരൊറ്റ ഡോക്യുമെന്റിൽ കോഡീകരിക്കപ്പെടാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ അതിന് ഒരു സ്ഥിരത ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു അസ്ഥിര സാഹചര്യത്തിലേക്ക് നയിക്കും. അലിഖിത ഭരണഘടന ആശയക്കുഴപ്പത്തിന്റെ വ്യവസ്ഥയിലേക്ക് നയിക്കുന്നു, ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഭരണഘടനയുടെ വിവിധ വ്യവസ്ഥകൾ, വിവിധ വകുപ്പുകൾ, വിവിധ നിയമങ്ങൾ രാജ്യത്തിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇടം നേടുന്നതിനെ ചൊല്ലി പലപ്പോഴും അതിൽ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് പലപ്പോഴും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ പല നിയമങ്ങളും ഒറ്റ ഡോക്യുമെന്റിൽ ക്രോഡീകരിക്കപ്പെടാത്തതിനാൽ തന്നെ പലപ്പോഴായിട്ട് അതിൽ ആശയക്കുഴപ്പമുണ്ടാവുന്നതിലേക്ക് നയിക്കും. മറ്റൊന്ന്, അലിഖിത ഭരണഘടന ഒരു രാജവാഴ്ച അല്ലെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥയിലേക്ക് അനുയോജ്യമായ ഒരു ഭരണഘടനയാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ നിയമങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഇത്തരം സ്ഥലങ്ങളിൽ, ഈ അലിഖിത ഭരണഘടനയുള്ള സ്ഥലങ്ങളിൽ ഈ രേഖപ്പെടുത്തൽ കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഈ ജനാധിപത്യത്തിന് വലിയ സ്ഥാനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടാവും. കാരണം അവിടെ ഫ്യൂഡലിസം, ഏത് സമയത്തും ജനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കപ്പെടാൻ സാധിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഫ്യൂഡൽ വ്യവസ്ഥക്കും സ്വേച്ഛാധിപത്യത്തിനുമൊക്കെയാണ് കൂടുതൽ സ്വാധീനം ഉണ്ടാവുക എന്നാണ് മറ്റൊരു വിമർശനമുള്ളത്. മറ്റൊന്ന്, ഭരണഘടനാ വ്യവസ്ഥകൾ പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു, ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്നതിന് അതിന് കാരണമാവും എന്നും അതിൻ്റെ ഒരു വിമർശനത്തിൽ ഉണ്ട്.
മറ്റൊന്ന് ഈ ഫ്ലെക്സിബിൾ ഭരണഘടനയുടെ ഗുണങ്ങളാണ്. ഒന്നാമത്തത് ഉൾക്കൊള്ളലിൻ്റെ ഗുണനിലവാരം ഇതിനുണ്ട്. ഫ്ലെക്സിബിൾ ഭരണഘടനയ്ക്ക് ഉൾക്കൊള്ളലിൻ്റെ ചേർത്ത് നിർത്തലിൻ്റെ ഒരു ഗുണനിലവാരം അതിനുണ്ട്. കാലത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് അത് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ദേശീയവും അന്തർദേശീയവുമായ പ്രതിസന്ധികളുടെ കാലത്ത് അത് വേഗത്തിൽ പരിഹാരം കാണാൻ അതിന് സാധിക്കുന്നു. കാരണം വളരെ വേഗത്തിൽ അത് ഭേദഗതി ചെയ്യാനുള്ള അവസരമുണ്ട് എന്നതുകൊണ്ടാണ്. മറ്റൊന്ന്, വിപ്ലവകരമായ മാർഗങ്ങൾ സ്വീകരിക്കാതെ ഭരണകൂടത്തിന്റെ നിയമങ്ങൾ മാറ്റം വരുത്താൻ അത് ജനങ്ങളെ തന്നെ പ്രാപ്തമാക്കുന്നു. വിപ്ലവത്തിലേക്കും സായുധ കലാപത്തിലേക്കൊന്നും ജനങ്ങൾ പോകേണ്ടതില്ല. ഭരണഘടന ഭേദഗതി വരുത്താനും കാലത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഒക്കെ വളരെ വേഗത്തിൽ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു ഗുണകരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ജനങ്ങളുടെ ആവശ്യങ്ങളുടെയും ചിന്തകളുടെയും കൃത്യമായ പ്രതിഫലനം, അതേപോലെ ജനങ്ങളുടെ സ്പന്ദനം രേഖപ്പെടുത്താൻ ഇവിടെ സാധിക്കുന്നു. കാരണം ഭേദഗതി വളരെ എളുപ്പത്തിൽ സാധിക്കുന്നത് കൊണ്ട് ജനങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ അവിടെ ഭേദഗതി വരുത്താനുള്ള ഒരു ഇടമുണ്ട് എന്നത് അവിടെ ഒരു വലിയ ഒരു ഗുണമായിട്ട് നമ്മൾ അതിൽ കാണുന്നു. മറ്റൊന്ന്, വഴക്കമുള്ള ഭരണഘടനയുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? വഴക്കമുള്ള ഭരണഘടനയുടെ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത്, ഇത് എല്ലായ്പ്പോഴും അസ്ഥിരതയ്ക്ക് വിധേയമാകാം. പെട്ടെന്ന് മാറ്റുമ്പോൾ ഈ അസ്ഥിരത ഉണ്ടാക്കും രാജ്യത്ത് എന്നാണ് ഒന്നാമത്തെ ഒരു ദോഷമായിട്ട് പറയുന്നത്. കാരണം കൗശലക്കാരായ ഭരണാധികാരികൾ സാഹചര്യം മുതലെടുക്കുകയും അതുവഴി അവരുടെ ഇച്ഛക്കും കാപ്പിട്ടത്തിനും അനുസൃതമായി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് അതിലെ ഒരു വിമർശനം. മറ്റൊന്ന്, രാഷ്ട്രീയ വിദ്യാഭ്യാസവും പരിശീലനവും ഇല്ലാത്ത ജനങ്ങൾക്ക് ഒരിക്കലും വഴക്കമുള്ള ഭരണഘടന അനുയോജ്യമല്ല എന്നാണ് പറയുന്നത്. രാഷ്ട്രീയമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് തങ്ങളുടെ സ്വാർത്ഥ ഭരണാധികാരികൾ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഭരണഘടന മാറ്റുന്നതിൽ നിന്ന് തടയാൻ ജനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അവർക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അത്തരം ജനങ്ങൾക്കിടയിൽ ഈ വഴക്കമുള്ള ഭരണഘടന നല്ലതിനല്ല എന്നാണ് മറ്റൊന്നൊരു വിമർശനമുള്ളത്. മറ്റൊന്ന്, ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് ഏതു സമയത്തും വളച്ചൊടിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കാനും ജുഡീഷ്യൽ ട്രിബ്യൂണലുകളുടെ കയ്യിലെ കളിപ്പാവയായി മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ഏത് വ്യവസ്ഥയും ഏത് സമയത്തും വളച്ചൊടിക്കാൻ കഴിയുന്നതിനാൽ പല വിവാദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതിന് അതൊരു കാരണമാകും. ഇനി കർക്കശമായ ഭരണഘടനയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാനുള്ളത്. ആദ്യം കർക്കശമായ ഭരണഘടനയുടെ ഗുണങ്ങളാണ് പറയുന്നത്. ഇത് രാജ്യത്തിന്റെ ദൃഢതയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നു എന്നാണ് കർക്കശ ഭരണഘടനയുടെ ഗുണമായിട്ട് ആദ്യം പറയുന്നത്. ഇത് നിയമനിർമ്മാണത്തിന്റെ കടന്നുകയറ്റത്തിൽ നിന്നും പൊതുവെ ജനങ്ങൾക്ക് സുരക്ഷിതവും തിടുക്കത്തിലുള്ള മാറ്റത്തിൽ നിന്ന് സംരക്ഷണവും നൽകുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഭരണഘടനയിലെ വ്യവസ്ഥകൾ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യപ്പെടാത്തതിനാൽ സ്വാർത്ഥ ഭരണാധികാരികൾക്ക് തങ്ങളുടെ ഇഷ്ടങ്ങൾക്കും കാപ്പട്യങ്ങൾക്കും അനുസരിച്ച് രാജ്യത്തിന്റെ നിയമങ്ങൾ മാറ്റുന്നതിൽ നിന്ന് അവരെ തടയാൻ ഈ കർക്കശമായ ഭരണ കൊണ്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. അതിനാൽ പൊതുവെ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നും കർക്കശമായ ഭരണഘടനയുടെ ഗുണമായിട്ട് പറയുന്നു. അതത് ജനങ്ങളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മെച്ചപ്പെട്ട രീതിയിൽ സംരക്ഷിക്കുന്നു എന്നും ജനങ്ങളുടെ അവകാശങ്ങൾ രേഖാമൂലമുള്ളതിനാൽ ഭരണഘടനാ വ്യവസ്ഥകൾ വേഗത്തിൽ ഭേദഗതി ചെയ്യാൻ കഴിയാത്തതിനാൽ അത്തരമൊരു ഭരണഘടനയ്ക്ക് കീഴിൽ ആളുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു എന്നും അതിന്റെ ഗുണമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന്, കർക്കശമായ ഭരണഘടനയുടെ പോരായ്മകൾ എന്ന് പറയുന്നത് അത് യാഥാസ്ഥികത ഉണ്ടാക്കുന്നതാണ്. അത് യാഥാസ്ഥിക സമൂഹത്തെ തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഒരു വിമർശനം. രാജ്യത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ നിന്ന് കർക്കശ ഭരണഘടന തടയുന്നു. കാരണം അത് കർക്കശമായതുകൊണ്ട് ഒരു ഭേദഗതിക്ക് വളരെ വേഗത്തിൽ കാലത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഭേദഗതികൾ വരാത്തതിനാൽ തന്നെ അത് പഴയ രീതി തന്നെ, യാഥാസ്ഥിതിക രീതി തന്നെ തുടരുന്നു എന്നത് സമൂഹത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുമെന്നാണ് ഒന്നാമത്തെ വിമർശനം. രണ്ടാമത്തത്, കർക്കശമായ നിയമങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ, പ്രക്ഷോഭങ്ങളിലേക്കോ കലാപങ്ങളിലേക്കോ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മറ്റൊരു വിമർശനമായിട്ട് പറയുന്നത്. മറ്റൊന്ന്, ജുഡീഷ്യൽ മേധാവിത്വത്തിനുള്ള ഇടം ഇത് തുറക്കുന്നു എന്നാണ് മറ്റൊരു വിമർശനം. ചില വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം
ആധികാരിക വ്യാഖ്യാനത്തിനായി കാര്യങ്ങൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഭരണഘടന ഒരു വക്കീലിൻ്റെ, ഈ അഡ്വക്കറ്റ്മാരുടെ ഉപകരണങ്ങളായി മാറുന്നു എന്നതും കർക്കശ ഭരണഘടനയുടെ മറ്റൊരു അപാകതയായിട്ട് പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ഭരണഘടനയുടെ തരങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ എന്ന് പറയുന്നത്. എന്തായാലും മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.